കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചേലക്കര എടുക്കൂ. ചേലക്കര 96 മുതൽ തുടർച്ചയായി LDF-നെ വിജയിപ്പിക്കുന്ന മണ്ഡലമാണ്. ആ ചേലക്കരയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ നോക്കിയാൽ മുഴുവൻ പഞ്ചായത്തിലും ചേലക്കരയിലെ 9 പഞ്ചായത്തിലും UDF വലിയ ലീഡെടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങളുടെ വിധിയെഴുത്താണ്. നമ്മൾ ജനങ്ങളെ ബഹുമാനിക്കണം. ജനങ്ങൾ അവരുടെ വിധിയായി എന്താണ് കുറിച്ചത് എന്നറിയാനുള്ള കാത്തിരിപ്പിന് ഇനി 1 മണിക്കൂറിന്റെ ദൂരം ബാക്കിയില്ല. അതിനിർണായകമായ തെരഞ്ഞെടുപ്പ്, ഒപ്പം രാജ്യത്തെ സംബന്ധിച്ചും അതിനിർണായകമായ 2 സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നായ സാമ്പത്തിക തലസ്ഥാനമായി മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്ര എന്ത് വിധി എഴുതിയിരിക്കുന്നു, ജാർഖണ്ഡ് എന്ത് വിധി എഴുതിയിരിക്കുന്നു എന്ന് അറിയുന്ന നിമിഷങ്ങൾ കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിനിർണായകമായ ദിവസമാണ്. ഉത്തർപ്രദേശും പശ്ചിമ ബംഗാളും അടക്കമുള്ള നിർണായക സംസ്ഥാനങ്ങളിലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാൻ കഴിയുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പ്ലസ് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ആര് ഭരിക്കും എന്ന് അറിയാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഇവയുടെ ഫലശ്രുതി എന്താകും എന്നറിയാനുള്ള രാഷ്ട്രീയാകാംക്ഷയിലാണ് ജനങ്ങളാകെ. ഈ മഹാരാഷ്ട്രയായിരിക്കും ഒരുപക്ഷെ ദേശീയ തലത്തിൽ നിന്ന് ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം. മഹാരാഷ്ട്ര ഒരുപക്ഷെ UP-യേക്കാൾ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ കാണുന്നതാണ് മഹാരാഷ്ട്രയിലെ മാറിയ സമവാക്യങ്ങൾ. മഹാരാഷ്ട്ര ഉണ്ടെങ്കിലേ പാർട്ടികളുടെ നിലനിൽപ്പുള്ളൂ എന്നതൊക്കെ ഈ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറഞ്ഞില്ല, വാണിജ്യ തലസ്ഥാനം എന്ന് പറഞ്ഞ പോലെ കാലാകാലങ്ങളായുള്ള ഒരു രീതിയാണ്. മഹാരാഷ്ട്ര പിടിക്കുക, മഹാരാഷ്ട്ര ഭരിക്കുക, അത് പാർട്ടികളുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ളത്. അവിടെ എന്ത് സംഭവിക്കും? അവിടെ BJP-ക്ക് മുകളിലേക്ക് വളരാൻ ഇന്ത്യ സഖ്യത്തിന് അവിടെ വേരോട്ടമുണ്ടാക്കാൻ കഴിയുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മെച്ചപ്പെട്ട പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ? ഈ പടിഞ്ഞാറൻ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റ് നമ്മുടെ കർഷകരുടെ വിദർഭ മേഖലയാണ്. വിദർഭ മേഖലയിലെ കർഷകർ എങ്ങനെ വിധിയെഴുന്നു? രാജ്യത്തിന്റെ ചലനങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുന്നു? സർവ്വസാധാരണക്കാരനായ മനുഷ്യന്റെ വോട്ട് ആർക്കാണ് എന്ന ചോദ്യമൊക്കെയാണ്. സാമ്പത്തിക വാണിജ്യ തലസ്ഥാനമായ മുംബൈ മേഖല എങ്ങനെ വിധിയെഴുതുന്നു എന്നതും പ്രധാനമാണ്. കൊങ്കൺ തീരം, എക്കാലത്തും കാവിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കൊങ്കൺ മേഖലയിൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ദേശീയ തലത്തിൽ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് ഫലവും കാത്തിരിക്കുന്നത്. ജാർഖണ്ഡിൽ നേരത്തെ പറഞ്ഞതുപോലെ ജയമം, ഈ അധികാരം ആഞ്ഞടിച്ച ഒരു കാലത്തിന് ശേഷം ജയമം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. ഹേമന്ത് സോറന്റെ പ്രതികാരം കൂടി വീട്ടേണ്ടതുണ്ട്. അങ്ങനെ BJP-യുമായി വലിയ ശക്തി പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. എന്താണ് ജാർഖണ്ഡ് കാത്തിരിച്ചിരിക്കുന്നത് എന്ന് കൂടി കാണാം. 81 മണ്ഡലങ്ങളിലേക്കാണ് അവിടെ തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ഈ പ്രതികാരം താൻ വീട്ടും എന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരുക്കമാണോ ജാർഖണ്ഡിലെ ജനമനസാക്ഷി എന്നത് കൂടി നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ദേശീയ തലത്തിൽ വിധി എഴുതാനിരിക്കുന്നു. കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വരാനിരിക്കുന്നു. അത്യാകാംക്ഷയാർന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 8 മണിയോടുകൂടി ആദ്യ ഫലസൂചനകൾ തേടിയെത്തുകയും ചെയ്യും.